അതായത് ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും പഠിക്കാനുള്ള സാഹചര്യമൊന്നും വീട്ടിലില്ലായിരുന്നുകൊണ്ട് നമ്മളത് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഈ പത്രങ്ങളിൽ വരുന്ന ഗ്ലാമർ വാർത്തകൾ കണ്ടപ്പോഴത്തേന് ഈ കലോത്സവം ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണല്ലോ, കൗമാരമേളയാണല്ലോ. അപ്പോൾ ഇതൊന്ന് കാണണം, ഇതിൻ്റെ ഭാഗമാകണം എന്നൊരാഗ്രഹം തോന്നി. ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് 97 മുതൽ കാണാനായിട്ട് പോയത്. 97 കണ്ടതിന് ശേഷം 97 എറണാകുളത്തായിരുന്നു, 98 തിരുവനന്തപുരത്തായിരുന്നു, 99 കൊല്ലത്തായിരുന്നു, 2000 പാലക്കാടായിരുന്നു, 2001 അമ്പിളി ദേവി നവ്യ നായരും തമ്മിൽ മത്സരിച്ച തൊടുപുഴയിലെ കലോത്സവം, 2002 കോഴിക്കോടായിരുന്നു, 2003 ആലപ്പുഴയായിരുന്നു, 2004 തൃശ്ശൂരായിരുന്നു, 2005 തിരൂര് മലപ്പുറത്തായിരുന്നു, 2006 എറണാകുളത്തായിരുന്നു, 2007 വീണ്ടും കണ്ണൂരായിരുന്നു, 2008 കൊല്ലത്തായിരുന്നു, 2009 തിരുവനന്തപുരത്തായിരുന്നു, 2010 കോഴിക്കോടായിരുന്നു, 2011 ഞങ്ങളുടെ ജില്ലയായിരുന്നു, കോട്ടയം ജില്ലയായിരുന്നു, 2012 തൃശ്ശൂരായിരുന്നു, 2013 മലപ്പുറത്തായിരുന്നു, 2014 പാലക്കാടായിരുന്നു, 2015 കോഴിക്കോടായിരുന്നു, 2016 തിരുവനന്തപുരത്തായിരുന്നു, 2017 കണ്ണൂരായിരുന്നു, 2018 തൃശ്ശൂരായിരുന്നു, 2019 ആലപ്പുഴയായിരുന്നു, 2020 കാസർഗോഡായിരുന്നു, 2021 22 കലോത്സവം ഇല്ലായിരുന്നു, കൊറോണ ആയിരുന്നുകൊണ്ട്, 2023 കോഴിക്കോട്, 2024 കൊല്ലം, 2025 നമ്മൾ വീണ്ടും തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, സാധാരണ എല്ലാവരും കലോത്സവത്തിന് പോവാറുണ്ട്. ഇപ്പൊ ജില്ലയാണെങ്കിലും സബ് ജില്ലയാണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ഒക്കെ കാണാറുണ്ട്. പക്ഷെ ഇതൊന്നും ഓർത്ത് വെക്കാറില്ലല്ലോ. ഇതിങ്ങനെ ഓർത്ത് വെക്കാനുണ്ടായ കാരണം എന്താ, അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാ മെമ്മറിയിൽ ഇത് ഇരിക്കുന്നത്? അത് കലോത്സവത്തെ ഇത്രയധികം നെഞ്ചിലേറ്റിയ ഒരാള് ഞാനായിരിക്കും കേരളത്തില്. അത് ആധികാരികമായിട്ട് തന്നെ പറയാൻ സാധിക്കും. കാരണം 3000 കോമ്പറ്റീഷൻ ഐറ്റം ഈ കലോത്സവത്തിൽ 3000 ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി 3000-ഓളം ഐറ്റം കണ്ടുപോയ ഒരാളാണ് ഞാൻ. എന്നോളം അത്രയും ഐറ്റം തുടർച്ചയായിട്ടിരുന്ന് കണ്ട ഒരാൾ കേരളത്തിലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ആരൊക്കെയാണ് മത്സരിച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് പ്രൈസ് വിന്നർ ആയിരിക്കുന്നത്, കഴിവ് തെളിയിച്ചിരിക്കുന്നത്, ആ കുട്ടികളെയൊക്കെ എനിക്ക് ഇന്നും നല്ല ഓർമ്മകളാണ്.